ചേട്ടാ, വാനരപ്പടകൾ വന്നല്ലോ. എന്താ കാര്യം? ഞങ്ങളൊരു കടങ്കഥ പറയാം, അതിന് ഉത്തരം പറയോ? ഉത്തരം പറഞ്ഞ എന്ത് തരും? എന്താ വേണ്ടത് പറയേ. എന്നെ കല്യാണം കഴിക്കൂ? അയ്യേ, ചേട്ടനെ ആര് കല്യാണം കഴിക്കാനാ? ഞാൻ എഞ്ചിനീയറിനെ കല്യാണം കഴിക്കും. ഞാൻ ഡോക്ടറെ കല്യാണം കഴിക്കും. അടി. ശരി ശരി, കടങ്കഥ പറയേ. വെളുത്ത റോഡില് കറുത്ത കാറ്, അതെന്താണ്? വെളുത്ത റോഡില് കറുത്ത കാറ്. ഇങ്ങോട്ട് നോക്ക്. കണ്ണിന്റെ ഉള്ളിൽ വെളുത്ത റോഡുണ്ടോ? അതിൽ കറുത്ത കാർ ഓടുന്നുണ്ടോ? താലി കെട്ടിക്കളഞ്ഞാൻ ഓടിക്ക വേഗം. ഉത്തരം കിട്ടി. ചേച്ചി ചേച്ചി, ചേട്ടൻ ഉത്തരം പറഞ്ഞു. എന്താടി പറഞ്ഞേ? ചേച്ചി കണ്ണെന്നാ പറഞ്ഞേ. അങ്ങനെയാണോ പറഞ്ഞേ? അത് മാത്രല്ല ചേച്ചി, ഉത്തരം പറഞ്ഞ കല്യാണം കഴിക്കുമെന്നും ചോദിച്ചു. അതിന് നിങ്ങളെന്താടി പറഞ്ഞേ? ഞങ്ങള് പറ്റില്ലെന്ന് പറഞ്ഞു ചേച്ചി. അങ്ങനെയാണോ? ഇല്ലെങ്കിൽ നിങ്ങളെ... ശരി ശരി, ഞാൻ ഇപ്പൊ ഒരു കടങ്കഥ പറയാം. അതിനുത്തരം അറിയില്ലെങ്കി താലി കിട്ടുമെന്ന് ചോദിക്കടി. ചേട്ടാ. എന്താ അടുത്ത കടങ്കഥയാ? ചേട്ടാ, ഞങ്ങളിനി അടുത്ത കടങ്കഥ ചോദിക്കാൻ പോവാ. അതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ താലി കെട്ടണം. അങ്ങനെയാണോ? എങ്കി പറയ്. വെള്ള പശുവും കറുത്ത പശുവും കുളിക്കാൻ പോയി. കറുത്ത പശു വെള്ളത്തിൽ ഒലിച്ചുപോയി. വെള്ള പശു കരയിലേക്ക് തിരിച്ചു വന്നു. വെള്ള പശുവും കറുത്ത പശുവും കുളിക്കാൻ പോയിന്ന. കറുത്ത പശു വെള്ളത്തിൽ ഒലിച്ചുപോയി. വെള്ള പശു കരയ്ക്ക് വന്നു താനും. വെള്ള പശുവും കറുത്ത പശുവും വെള്ള പശുവും കറുത്ത പശുവും വെള്ള പശു. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ താലി കെട്ടണം. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ തീർച്ചയായും താലി കെട്ടണം. എന്താ കൈ ഓങ്ങുന്നേ? ഓഹോ, കൂട്ടത്തല്ലാണോ? അയ്യോ, നിർത്ത് ചേച്ചി. അതെ, നിങ്ങളൊക്കെ സ്ത്രീകളാണോ? ഒരു പാവം പുരുഷൻ ഇങ്ങനെ തല്ലുന്നത് ശരിയാണോ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? വരൂ സാർ. ആക്ച്വലി എന്താ നടന്നത്? എന്ത് നടന്നോ? ഒന്നും നടന്നില്ല. എന്താ ചേച്ചി, എന്റെ മുമ്പ് വെച്ച് സാറിന് കൈ ഓങ്ങുന്നോ? അദ്ദേഹത്തിന്റെ ദേഹത്ത് കൈവച്ചാ ഞാനും നിങ്ങളും കൂടി ഇവിടെ കിടന്ന് ഉരുളേണ്ടി വരും. എന്ത്? ഒന്നുമില്ല സാർ. പോണ സാർ, ഞാൻ രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ വരൂ. രണ്ടിലൊന്ന് നോക്കാനല്ലേ ഞങ്ങളും ഇവിടെ വന്ന്. ശരിയാണെന്നേ. ഇദ്ദേഹം ഇത് തന്നെയല്ലേ പറയുന്നത്? അതുപോട്ടെ, ഇതിൽ ആരാ രണ്ട് ആരാ ഒന്ന്? അവൻ രണ്ട്, ഞാൻ ഒന്ന്. നോക്കി ചേച്ചി, എന്ത് വ്യക്തമായിട്ടാ പറയുന്നത്? അദ്ദേഹം ആരാന്നറിയോ? സാർ, സാർ ഇങ്ങോട്ടൊന്ന് വന്നേ. നീ കൂടെ വാ. നിങ്ങൾ മാത്രം വന്നാ മതി. നിങ്ങളെ പറ്റി ഞാനിവിടെ പറഞ്ഞാൽ ഈ സ്ഥലം തന്നെ മാറും. അല്ലെങ്കിൽ തന്നെ ആയ നിങ്ങളെ തിരക്കുന്നുണ്ട്, അറിയോ? വെച്ചോ. ആയയുടെ കാര്യം ആരും അറിയണ്ട, കുഴിച്ചിട്ടേക്ക്. അറിയണ്ടല്ലോ, എന്നാ സ്ഥലം വിട്. ഈ റേഷൻ കട മാത്രമേ ഉള്ളോ? ചന്തയിലോട്ട് വാടാ. അമ്മേ. എന്തിനു മോനെ വിളിച്ചേ? അമ്മയാ വിറക് തന്നെ. ഇനി മുതൽ ഞാനാണ് അമ്മയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. അയ്യോ വേണ്ടടാ, തീയുടെ അടുത്ത് പോയാ മുഖം കറുത്തു പോകൂടാ. അപ്പൊ എനിക്ക് ജോലി കിട്ടുന്നവരെ ഞാനും അമ്മയുടെ കൂടെ പാടത്ത് ജോലിക്ക് വരാം. അയ്യോ, അവിടെ വെയിലാടാ മോനെ. ഈ വെയിലും മഴയൊക്കെ അമ്മയ്ക്ക് താങ്ങാൻ പറ്റും, നിനക്ക് സഹിക്കാൻ പറ്റില്ല മോനെ. അമ്മ പറയുന്നത് കേക്ക്. എന്താ അമ്മ ഇത്? പാചകം ചെയ്യാന്ന് പറയുമ്പോ തീ പറ്റില്ല എന്ന് പറയുന്നു, പാടത്ത് വരാന്ന് പറഞ്ഞ വെയിൽ പറ്റില്ല എന്നും. അമ്മ എനിക്ക് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നേ? ഞാൻ അമ്മയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി തരാം. പറ്റില്ല എന്നെങ്ങാനും പറഞ്ഞ മൺവെട്ടി എടുക്കും ഞാൻ. അയ്യോ, എന്താടാ ഇത്? ശരി, നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. എന്തു പറഞ്ഞാലും കേക്കില്ലെന്ന്. രാജാ, സൂക്ഷിച്ച് ചെയ്യണേ മോനെ, കൈയൊന്നും പൊളിച്ചേക്കരുത്. എനിക്കൊരു മകനുണ്ട്. വയസ്സാം കാലത്ത് വായ്ക്കരിടാൻ പോലും അവനെ കിട്ടില്ല. ലോകം ചുറ്റി അടിക്കാനും വീമ്പ് കാട്ടി നടക്കാനും അല്ലാതെ അവനൊന്നിനും കൊള്ളില്ല. പൊന്നമ്മ തന്റെ മോനെ പള്ളിക്കൂടത്തിൽ വിട്ട് പഠിപ്പിച്ചു. അവനാണെങ്കില് 5 വയസ്സില് ആ മണി അടിക്കുന്ന മണിയും അടിച്ചുകൊണ്ട് ഓടിപ്പോയതാ. ഇപ്പോ തീവണ്ടിപ്പാളത്തിന്റെ ഇരുമ്പ് കട്ടിട്ട് ജയിലുമായി. എന്റെ വിധി നിങ്ങൾക്കറിയില്ലല്ലോ. ഒരേ മോനെന്നും പറഞ്ഞ് കൊഞ്ചിച്ചും ചാലിച്ചും വളർത്തിയതാ. അവനെ നാട്ടിലുള്ളൊരു പെണ്ണിനെ കല്യാണം കഴിച്ചും കൊടുത്തു. അവൻ വേറൊരുത്തന്റെ ഭാര്യ അടിച്ചുകൊണ്ട് ഓടിപ്പോയി. എന്തൊക്കെ ആയാലും രാസമ്മയുടെ മോനെ പോലെയാവോ? ഇത്രയൊക്കെ പഠിച്ചിട്ടും അവൻ ആ വീട്ടിലെ പാചകക്കാരൻ. രാജമ്മ പുണ്യം ചെയ്തവളാ.
എന്താ മോളെ ഭർത്താവിന് ഭക്ഷണം കൊണ്ടുവന്നാണോ? ആ അമ്മാ വാ മോനെ ഇരിക്കെ. ഭക്ഷണം റെഡി. ഇന്ന് എന്താ ഭക്ഷണം? അയല മീൻ കറി, ആഹാ. ചെമ്മീൻ റോസ്റ്റ്, നാരങ്ങ അച്ചാറ്, എടി. മോര്. തേങ്ങ വറുത്തരച്ച കറി, അതിലാണെങ്കിൽ ഉപ്പുമില്ല മുളകുമില്ല. പാചകം ചെയ്യുമ്പോ സ്നേഹിക്കണം, അല്ലാതെ നിന്റെ ഒരു എന്തിനാടാ അവളെ അടിക്കുന്നേ? അല്ലാതെ പിന്നെ വായിക്ക് രുചിയായിട്ട് വെക്കാൻ പറഞ്ഞ കേക്കൂല ചേച്ചി. എവിടെ കാര്യം ഏയ്, നിക്ക് നിക്ക്. അതിങ്ങതാ. കുറച്ച് എരിവ് കൂടി വേണം. അല്ല എന്ത് കറിയത്? കാടക്കോഴിയാ കാട. കാട്ടീന്ന് ഓടിച്ചിട്ട് പിടിച്ചു കൊടുത്തതാ. ഒരുപാട് ഇതിനെ പിടിക്കാൻ കഷ്ടപ്പെട്ടു. ഇതിനെ കാട്ടിലങ്ങനെ വിട്ടിരുന്നെങ്കിൽ അതങ്ങ് പോയേനെ. ഇവൾക്ക് പിടിച്ചു കൊടുത്തത് വെറുതെ ആയി. ചേച്ചി ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ, ചട്ടിയിൽ കാട ഇട്ടിട്ട് എണ്ണയിൽ വേവിച്ച് കുറച്ച് ഇഞ്ചി, 2 വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഏലം, കറി മസാല, കുറച്ച് കുരുമുളക്, ഇതെല്ലാം കൂടെ അമ്മിയിലിട്ട് നന്നായിട്ട് അരച്ചിട്ട് അത് പിന്നെ എടുത്ത് ചട്ടിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഒരു കലക്ക് കലക്കിയ എങ്ങനെ ഉണ്ടാവുന്നറിയോ? പിന്നെ ചേട്ടൻ എപ്പ ചേച്ചിയുടെ പിന്നാലെ വന്നെന്ന് ചോദിച്ചാൽ മതി. ദാ ഈ കറി അങ്ങനെ വെച്ച് കഴിക്കട്ടെ. ചേച്ചി പറയാതെ വയ്യ, കറി അടിപൊളിയാ. ദാ കലക്കിയിട്ടുണ്ട് കേട്ടോ ചേച്ചി. ആ ഞാൻ പെണ്ണും പിള്ളേം കൊണ്ടേ ആ. ഭക്ഷണയ്ക്കൊന്ന് പോവുക. മുതലാളിയോടൊന്ന് പറഞ്ഞേക്കണേ. എന്താ പറ്റിയവന്? അഭിലാഷേ, ടീച്ചർ നിനക്ക് ബുദ്ധിയുണ്ട്, ഉണ്ട്. പക്ഷേ ശരീരത്തിന് ഭംഗി വേണ്ടേ? വേണം വേണം വേണം. അതിനു വേണ്ടിയ ഈ എക്സസൈസ് പഠിപ്പിക്കാൻ ആ, പോകുന്നു. ആ. ശ്രദ്ധിച്ചു കണ്ടോ? കണ്ടോളാം. ഉം. ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ട് 1 ആ. 2 3 4. ഓക്കെ ടീച്ചർ, ഓക്കെ. ഞാനും ഇങ്ങനെ ചെയ്യട്ടെ. ആ. അയ്യോ, ഇങ്ങനെയല്ല, പിന്നെ എങ്ങനെ ടീച്ചർ? ഞാൻ പഠിപ്പിച്ചു തരാം. ആ, ആ. ഫസ്റ്റ് കൈ ഇങ്ങനെ സ്റ്റിഫ് ആയിട്ട് വെക്കണം. വെച്ച് വെച്ചല്ലോ. ആ. 1 2 3 അയ്യോ 4. ടീച്ചർ, ആ, നിങ്ങളെ പോലൊരു ടീച്ചർ നമ്മുടെ സ്കൂളിലെ എല്ലാ ക്ലാസ്സിലും ഉണ്ടായിരുന്നെങ്കിൽ 10 വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ജയിച്ച് പുറത്ത് വന്നേനെ. അങ്ങനെയോ? ആ. എന്നാ ഇനി പേടിക്കണ്ട. ആ. ഇപ്പൊ ഞാൻ വന്നല്ലോ, ഓ. തീർച്ചയായും നീ പാസ്സാവും. എനിക്കത് മതി ടീച്ചർ. ഫോളോ മീ. ഫോളോ മീ. അഭിലാഷ്, ടീച്ചർ. ഇതുപോലെ നീ എന്നും എന്റെ കൂടെ ഓടി വരണം. ഇതെവിടെ ചെന്ന് അവസാനിക്കോ എന്തോ. ആ PT ടീച്ചർ ഉണ്ടല്ലോ, നമ്മുടെ ജീവിതം തന്നെ തൊലച്ചു കളഞ്ഞില്ലേ? അവളെ എന്റെ ഹൃദയത്തിൽ വരച്ചു വെച്ചിരുന്നതാ. ഒന്ന് പോടാ. ചുവരിലെങ്കിലും ശരിക്ക് പടം വരയ്ക്കാൻ അറിഞ്ഞൂടാത്ത നീ എങ്ങനെയാ ഹൃദയത്തിൽ പടം വരയ്ക്കുന്നേ? ഇതിങ്ങനെ അങ്ങ് അനുവദിച്ചാ കളി എതിരായിട്ട് മാറൂടാ. പണി പശുവും പാലി കൊടുക്കാം. എടി ചെമ്പകം, എല്ലാ വീട്ടിലും വിളക്കുണ്ടല്ലോ, ഇവന്റെ വീട്ടിൽ മാത്രം എന്താ ഇല്ലാത്തെ? രാജുവിന്റെ അച്ഛൻ മരിച്ചതിൽ പിന്നെ രാജമ്മ വിളക്ക് വെക്കാറില്ല. ഓഹോ. ഏയ്, എവിടെ പോകുന്നു? ആ, എന്താ ചെയ്യാൻ പോകുന്നെന്ന് വന്ന് നോക്ക്. എന്താ ഇത് പെട്ടെന്നൊരു വെളിച്ചം? മോളെ, എന്താ ഇത്? എന്റെ വീട്ടില് മോള് വന്ന് വിളക്ക് വെക്കുന്നത്. എന്താ പറഞ്ഞേ? നിങ്ങളുടെ വീടോ? ഇതെന്റെ വീട്, എന്റെ ഗ്രാമം. എവിടെ വേണമെങ്കിലും ഞാൻ വിളക്ക് വെക്കും. അത് എന്റെ ഇഷ്ടമാ. മോളെ, എന്താ രാജമ്മ, എല്ലാ വീട്ടിലും വിളക്കുണ്ട്, നിങ്ങളുടെ വീട് മാത്രം. അതുകൊണ്ടാ ഞാൻ വിളക്ക് വെച്ചേ. എന്തേ വെക്കാൻ പാടില്ലേ? ചെമ്പകം, വാടി പോവാ. അമ്മയമ്മയെ കയ്യിലെടുത്തല്ലേ? എന്താടി, അമ്പലത്തിലേക്ക് കൊണ്ടുപോകേണ്ട വിളക്ക് ഇവിടെ കത്തിച്ചു വെച്ചേ? ഇഷ്ടപ്പെട്ട സ്ഥലമാ അമ്പലം.